നമസ്കാരം. ഇന്നത്തെ കഥ അമ്മന്നൂർ പരമേശ്വര ചാക്യാരെക്കുറിച്ചാകട്ടെ. വേഷത്തിൻ്റെ ഭംഗി കൊണ്ടും അഭിനയത്തിൻ്റെ തന്മയത്വം മുതലായ ഗുണങ്ങൾ കൊണ്ടും അമ്മന്നൂർ പരമേശ്വര ചാക്യാരോട് തുല്യനായ ഒരു നടൻ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. കൊല്ലം 1036 നാടുനീങ്ങിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇളയ തമ്പുരാനായിരുന്ന കാലത്ത് തൻ്റെ സേവകനും പള്ളിയറ വിചാരിപ്പുകാരനുമായിരുന്ന ഈശ്വരപിള്ളയെ ആട്ടമഭ്യസിപ്പിക്കാനായി ഈ ചാക്യാരെ തിരുവനന്തപുരത്ത് വരുത്തി താമസിപ്പിച്ചിരുന്നുവെന്നും ഈശ്വരപിള്ള വിചാരിപ്പുകാർക്ക് കഥകളിയിൽ അസാമാന്യമായ പ്രസിദ്ധിയും കൈലാസോദ്ധരണം, സ്വർഗവർണ്ണന, സമുദ്രവർണ്ണന മുതലായവ അഭിനയിച്ചാടുന്നതിൽ അനന്യസാധാരണമായ സാമർഥ്യവും ഗുണവും തന്മയത്വവും സിദ്ധിച്ചതിനുള്ള പ്രധാന കാരണം അമ്മന്നൂർ പരമേശ്വര ചാക്യാരുടെ ശിക്ഷാസാമർഥ്യമാണെന്നുള്ളത് പ്രസിദ്ധം. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഇളയ തമ്പുരാനായിരുന്ന കാലത്തും തിരുവനന്തപുരത്ത് പൂജപ്പുര കൊട്ടാരത്തിൽ എന്നും കഥകളി പതിവായിരുന്നു. ഒരു ദിവസം കഥകളി കാണാൻ തിരുമനസ്സിലെ അടുക്കൽ പരമേശ്വര ചാക്യാരുമുണ്ടായിരുന്നു. അന്ന് കാർത്തവീര്യാർജുന വിജയമായിരുന്നു കഥ. രാവണന്റെ കൈലാസോദ്ധരണം കണ്ടിട്ട് തിരുമനസ്സുകൊണ്ട് ചാക്യാരോട് "എന്താ ചാക്യാരെ, കൈലാസോദ്ധരണം നന്നായോ?" എന്ന് കൽപ്പിച്ച് ചോദിച്ചു. അതിന് മറുപടിയായി ചാക്യാർ "തരക്കേടില്ല, കൈലാസം കുറച്ചുകൂടി വലിയതാണെന്നാണ് ധരിച്ചിരുന്നത്" എന്നറിയിച്ചു. പിന്നെ അതിനെക്കുറിച്ച് ഒന്നും കൽപ്പിച്ചതുമില്ല. പിറ്റേ ദിവസം ഉച്ചതിരിഞ്ഞ സമയം ചാക്യാരെ കൊട്ടാരത്തിൽ വരുത്തി കൈലാസോദ്ധരണം ഒന്നാടിക്കൊണ്ടാൽ കൊള്ളാം എന്ന് കൽപ്പിച്ചു. വേഷം കെട്ടാതെയാടുന്ന കാര്യത്തിൽ കുറച്ച് മടിയുണ്ടായിരുന്നുവെങ്കിലും കൽപ്പന അനുസരിക്കാതെ ഇരിക്കുന്നത് വിഹിതമല്ലല്ലോ എന്ന് വിചാരിച്ച് ചാക്യാർ തൻ്റെ രണ്ടാം മുണ്ട് അരയിൽ മുറുക്കി കെട്ടിക്കൊണ്ട് ആട്ടം ആരംഭിച്ചു. താൻ തലേ ദിവസം പറഞ്ഞ വാക്കോർത്ത് തന്നെ പരീക്ഷിക്കാനായിട്ടാണ് ഈ കൽപ്പനയെന്ന് മനസ്സിലായതിനാൽ ചാക്യാർ നല്ലപോലെ മനസ്സിരുത്തിയാണ് ആടിയത്. തലേ ദിവസം ദശമുഖന്റെ വേഷം കെട്ടിയാടിയ ആൾ മുതലായി കൊട്ടാരം വക കളിയോഗത്തിലുള്ള എല്ലാവരും, സേവകന്മാരും അമ്മച്ചിയും അവിടെ ഉണ്ടായിരുന്നു. ചാക്യാരുടെ ആട്ടം വളരെ കേമമായി എന്നുള്ളത് പറയേണ്ടതില്ല. ആട്ടം കണ്ട് തിരുമനസ്സുകൊണ്ട് മുതലായി എല്ലാവരും വളരെ സന്തോഷിക്കുകയും വിസ്മയിക്കുകയും ചെയ്തു. വിസ്മയാകുലയായ അമ്മച്ചി "അമ്പമ്പോ, കൈലാസപർവ്വതം ഇത്ര വലിയതാണോ? ഇന്നലെ ആടിക്കണ്ടപ്പോൾ അത് ഏകദേശം നമ്മുടെ വേളിക്കുന്നിനോളം ഉണ്ടായിരിക്കുമെന്നേ തോന്നിയുള്ളൂ" എന്ന് പറഞ്ഞു. തിരുമനസ്സുകൊണ്ട് ഉടനെ രത്നഖചിതമായ ഒരു മോതിരം ചാക്യാർക്ക് കൽപ്പിച്ച് സമ്മാനിക്കുകയും ആട്ടത്തിൽ അദ്വിതീയന്മാരാണെന്ന് സ്വയമേവ അഭിമാനിച്ചിരുന്ന കൊട്ടാരം വക കഥകളി യോഗക്കാരെല്ലാം അപ്പോൾ സലജ്ജോഹമാടുകയും ചെയ്തു. പരമേശ്വര ചാക്യാർ കൽപ്പന പ്രകാരം തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നപ്പോൾ ഒരു ദിവസം പകലെ വെയിലാറിയ സമയം കാറ്റുകൊള്ളാനായി കടൽപ്പുറത്തേക്ക് പുറപ്പെട്ടു. കടൽപ്പുറത്തെത്തിയപ്പോൾ അവിടെ നാട്ടുകാരായിട്ടും യൂറോപ്യന്മാരായിട്ടും മറ്റും വളരെ ആളുകൾ കാറ്റുകൊള്ളാനായി വന്നുകൂടിയിരുന്നു. അക്കൂട്ടത്തിൽ ഒരു സായിപ്പും മദാമയും അവരുടെ വാത്സല്യഭാജനമായ ഒരു പട്ടിയും ഉണ്ടായിരുന്നു. ആ പട്ടി സായിപ്പും മദാമയും പറയാതെ ആരെയും കടിക്കാറില്ലെങ്കിലും വലിയ സിംഹത്താനെ പോലെ ഭയങ്കര മൂർത്തിയായ അതിനെ കണ്ടാൽ അപരിചിതന്മാരായ എല്ലാവരും ഭയപ്പെട്ടു പോകുമായിരുന്നു. കടിക്കാനല്ലെങ്കിലും ആ പട്ടി കാണുന്നവരുടെ എല്ലാം അടുക്കൽ മണത്ത് മണത്ത് ചെല്ലുക പതിവായിരുന്നു. ആ പതിവ് പോലെ അത് ചാക്യാരുടെ അടുക്കലേക്കും ചെന്നു. ചാക്യാർ വല്ലാതെ ഭയപ്പെട്ട് "പട്ടി പട്ടി" എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അനുവാദം കൂടാതെ അത് കടിക്കയില്ലെന്ന് നിശ്ചയമുണ്ടായിരുന്നതിനാൽ പട്ടിയെ തിരിച്ചു വിളിക്കാതെ സായിപ്പും മദാമയും ചാക്യാരുടെ പരിഭ്രമം കണ്ട് ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ. പിന്നെ ഗത്യന്തരമൊന്നുമില്ലെന്ന് കണ്ട് ചാക്യാർ കുനിഞ്ഞ് അവിടെ നിന്നൊരു കല്ലെടുത്ത് പട്ടിയെ ലക്ഷ്യമാക്കി ഒരേറു കൊടുത്തതായി ഒന്ന് അഭിനയിച്ചു. വാസ്തവത്തിൽ എറിഞ്ഞതായി നടിക്കുക മാത്രമേ ഉണ്ടായുള്ളൂ. എങ്കിലും ഏറുകൊണ്ടതായി തന്നെ തോന്നുകയാൽ പട്ടി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. പട്ടിക്ക് ഏറുകൊണ്ടതായി തന്നെ തോന്നുകയാൽ സായിപ്പും മദാമയും അത്യന്തം കുപിതരായിത്തീർന്നു. ഈ അക്രമം പ്രവർത്തിച്ച ആൾ ആരാണെന്ന് സായിപ്പ് തൻ്റെ അടുക്കലുണ്ടായിരുന്ന ചിലരോട് ചോദിച്ച് മനസ്സിലാക്കുകയും ആ മനുഷ്യൻ കൽപ്പന പ്രകാരം വന്ന് താമസിക്കുന്ന ഒരു ചാക്യാരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. കൽപ്പന പ്രകാരം വന്ന് താമസിക്കുന്ന ആളാണെങ്കിൽ ഈ വിവരം തിരുമനസ്സറിയിക്കാതെ പ്രതിക്രിയ ചെയ്യുന്നത് വിഹിതമല്ലല്ലോ എന്ന് വിചാരിച്ച് സായിപ്പും മദാമയും കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ തിരുമനസ്സുകൊണ്ട് കടൽക്കാറ്റ് കൊള്ളുന്നതിനായി കടൽപ്പുറത്ത് ബംഗ്ലാവിൽ എഴുന്നള്ളിയിട്ടുണ്ടെന്നറിയുകയാൽ സായിപ്പും മദാമയും അവിടെ ചെന്ന് വിവരം തിരുമനസ്സിനെ അറിയിച്ചു. ഉടനെ ചാക്യാരെ തിരുമുമ്പാകെ വരുത്തി കൽപ്പിച്ച് ചോദിച്ചപ്പോൾ ചാക്യാർ ഉണ്ടായ വാസ്തവമെല്ലാം തിരുമനസ്സറിയിച്ചു. എറിഞ്ഞില്ലെന്ന് പറയുന്നത് ശുദ്ധമേ വ്യാജമാണെന്നും നാട്യം കണ്ട് തങ്ങളുടെ പട്ടി ഒരിക്കലും ഭയപ്പെടുകയില്ലെന്നും സായിപ്പും മദാമയും വാദിച്ചു.
ഇതിനെന്താണ് സമാധാനമെന്ന് കൽപ്പിച്ച് ചോദിച്ചപ്പോൾ ചാക്യാർ, വാസ്തവം സായിപ്പിനെയും ബോധ്യപ്പെടുത്താമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സ്വല്പം പിന്നോക്കം മാറി താണു നിന്ന് അവിടെ കരിങ്കല്ല് കൊണ്ടിട്ടിരുന്ന വലിയ നടക്കല്ല് വളരെ പ്രയാസപ്പെട്ട് കുലുക്കി ഇളക്കിയെടുത്ത് സായിപ്പിൻ്റെ തലയിലേക്കിട്ടതായി ഒരു നാട്യം കാണിച്ചു. ആ കല്ല് തൻ്റെ തലയിൽ വീണു എന്ന് തന്നെ തോന്നിപ്പോകയാൽ സായിപ്പ് അയ്യോ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഉടനെ അവിടെ മറിഞ്ഞു വീണു. കല്ല് സായിപ്പിൻ്റെ തലയിൽ വീണു എന്ന് തന്നെ തോന്നിപ്പോവുകയാൽ മദാമയും ഏറ്റവും പരവശയായി തീർന്നു. വീണിട്ട് വളരെ നേരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സായിപ്പിന് ബോധം വീണത്. ബോധം വീണ് എണീറ്റിരുന്നിട്ടും കുറച്ച് വെള്ളം കുടിക്കുകയും തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുകയും കുറച്ചു നേരം കാറ്റേൽക്കുകയും ചെയ്തതിൻ്റെ ശേഷമാണ് സായിപ്പിന് സംസാരിക്കാനായത്. സായിപ്പ് പിന്നെയും തലയിൽ തപ്പി നോക്കി. കല്ല് തലയിൽ വീണില്ലെന്ന് തീർച്ചപ്പെടുത്തിയതിൻ്റെ ശേഷം നമ്മുടെ പട്ടിക്കും ഏറ് കൊണ്ടിട്ടില്ലായിരിക്കാം. ഇപ്രകാരം അഭിനയ സാമർഥ്യമുള്ള ഒരു നടനെ ഞാൻ യൂറോപ്പ് രാജ്യങ്ങളിലെങ്ങും കണ്ടിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു മഹാൻ ഉണ്ടായിത്തീർന്നത് കേരളത്തിന് ആകെപ്പാടെ അഭിമാനകരം തന്നെ. വാസ്തവമറിയാതെ ഈ മഹാന്റെ പേരിൽ മഹാരാജാവിൻ്റെ അടുക്കൽ പരാതി അറിയിച്ചതിനെക്കുറിച്ച് ഞാൻ നിർവ്യാജം വ്യസനിക്കുകയും ചാക്യാരോട് മാപ്പ് ചോദിക്കുകയും ചെയ്തുകൊള്ളുന്നു എന്ന് പറയുകയും ചാക്യാർക്ക് ചില സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. ആ സമയം മുമ്പ് ഓടിപ്പോയ പട്ടിയും അവിടെ വന്നു ചേർന്നു. അപ്പോൾ സായിപ്പിനും മദാമയ്ക്കും വളരെ സന്തോഷമായി എന്നുള്ളത് പറയേണ്ടതില്ല.